Hi friends, I am Rose Collections Thrissur. ഇന്നത്തെ ചുരിദാർ സെറ്റിന്റെ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. ഇന്ന് മെയിൻലി നമുക്ക് കാഷ്വൽ ആയിട്ട് ഇടും ചെയ്യാം, അതുപോലെ ജോലിക്ക് പോകാനും പറ്റുന്ന പിന്നെ സെമി പാർട്ടി വെയർ എന്ന് കൂടി പറയാം. എന്ന് വെച്ചാൽ യോക്കിന്റെ അവിടെ ഫുള്ളി എംബ്രോയിഡറി ചെയ്തതും ദുപ്പട്ടയും എംബ്രോയിഡറി ചെയ്തിട്ടില്ല അങ്ങനത്തെ സെറ്റാണ്. സെമി ലിനൻ മെറ്റീരിയലും കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ചന്തേരി നെറ്റ് കോട്ടൺ മിക്സ് ആയിട്ടുള്ള മെറ്റീരിയലും കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, നമ്മുടെ പ്രൊഡക്ട്സ് വീഡിയോ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടുള്ള ബെല്ലൈക്കൻ ഓൾ എന്നുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്താലാണ് നമ്മളിടുന്ന എല്ലാ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് റെഗുലറായിട്ട് അവൈലബിൾ ആയിരിക്കുക. അതുപോലെ തന്നെ പർച്ചേസ് ചെയ്യാനും അത് ഒരുപാട് ഈസി ആയിട്ട് എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യമായിട്ട് കിട്ടുമ്പോൾ നിങ്ങൾക്ക് വേഗം തന്നെ തുറന്നിട്ട് വീഡിയോ ചെക്കൗട്ട് ചെയ്യാനും അതിൽ ഇഷ്ടപ്പെട്ട പീസുകൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് അയച്ചു തരാനൊക്കെ ഈസി ആയിരിക്കും. നമ്മൾ പേയ്മെൻറ്റ്സ് ആക്സെപ്റ്റ് ചെയ്യുന്നത് ഗൂഗിൾ പേ, ഫോൺ പേ, പിന്നെ അക്കൗണ്ട് പേ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും പീസുകൾ നമ്മൾ കാണിക്കുന്നതിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ ഉണ്ടായിരിക്കും. പിന്നെ നമ്മൾ ഈ വീഡിയോയിൽ തന്നെ ബുക്കിംഗ് നമ്പർ കൊടുക്കുന്നുണ്ട്. ആ ബുക്കിംഗ് നമ്പർ സേവ് ചെയ്തിട്ട് അതിലേക്ക് നിങ്ങൾ ആ സ്ക്രീൻഷോട്ട് ഫോർവേഡ് ചെയ്യാം. പിന്നെ വീഡിയോസ് പോസ്റ്റിങ്ങിന് ശേഷം ഒരുപാട് ഡിലേ എന്ന് വെച്ചാൽ ഒരു 2 ദിവസമൊക്കെ ആകുമ്പോഴേക്കും ഒരുപാട് നല്ല നല്ല കളക്ഷൻസ് പോയിട്ടുണ്ടാവും ആ പീസുകൾ. അപ്പോൾ അതന്നെ നമുക്ക് സെറ്റ് ചെയ്ത് തരാനായിട്ട് കുറേ റീസ്റ്റോക്ക് ചെയ്യുമെന്ന് ചോദിച്ച് മെസ്സേജസ് വരാറുണ്ട്. പക്ഷേ നമുക്ക് പറ്റുന്നതാണെങ്കിൽ നമ്മൾ നെക്സ്റ്റ് വീഡിയോസിൽ അതുകൊണ്ട് ഇൻക്ലൂഡ് ചെയ്തിട്ട് കാണിക്കും. എന്താണെന്ന് വെച്ചാൽ അത് റീസെറ്റ് ചെയ്ത് കിട്ടാൻ ചിലപ്പോൾ അതേ കളർ കോമ്പിനേഷൻ കിട്ടില്ല, അങ്ങനെ പ്രശ്നങ്ങൾ വരാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നവരോട് നോ എന്നാണ് പറയാറ് മെയിൻലി. അപ്പോൾ ഞാൻ വീഡിയോയിൽ ക്ലിയർ ചെയ്യുന്നു മാത്രം. റീസ്റ്റോക്ക് ചെയ്തിട്ട് നമുക്ക് ഐറ്റം കിട്ടണമെങ്കിൽ നമ്മൾ വീഡിയോയിൽ പിന്നെയും അത് ഇൻക്ലൂഡ് ചെയ്യും. ഓക്കെ, നമ്മുടെ ഷോപ്പ് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത് തൃശ്ശൂരാണ്, ഈസ്റ്റ് ഫോർട്ടിലാണ്. PC തോമസ് സാറിൻ്റെ എൻട്രൻസ് കോച്ചിങ് ക്ലാസ്സിൻ്റെ അതേ വഴിയിലാണ് നമ്മുടെ ഷോപ്പ് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്. ഹോളി സിറ്റിയുടെ വളരെ അടുത്തായിട്ട് വരും. ഹോളി സിറ്റി നമ്മുടെ നെക്സ്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ വഴിയിലേക്ക് കടന്നതിന് ശേഷം റൈറ്റ് സൈഡിലാണ് നമ്മുടെ ബിൽഡിംഗ് നിൽക്കുന്നത്. ഈ ബിൽഡിങ്ങിൽ ഒരുപാട് ഷോപ്സ് ഉണ്ട്, ഫുഡ് ഒക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. പിന്നെ ഗ്രൗണ്ട് ഫ്ലോർ പാർക്കിങ്ങും നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഫസ്റ്റ് പീസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഇത് സെമി ലിനൻ മെറ്റീരിയലാണ് ചെയ്ത് പോയിക്കണത്. ഇതേപോലെ നല്ല ഭംഗിയുള്ള കമ്പ്യൂട്ടർ മെഷീൻ വർക്കാണ് ചെയ്തേക്കുന്നത്. നല്ലൊരു കോഫി ബ്രൗൺ ഷെയ്ഡാണ്. ഇത് ഓഫ് വൈറ്റ് ഷെയ്ഡ് അല്ല കേട്ടോ, ഓഫിനേക്കാളും കുറച്ചും കൂടി ഡല്ലായിട്ടുള്ളൊരു ഷെയ്ഡാണ്. പക്ഷേ കാണുമ്പോൾ നല്ല അട്രാക്റ്റീവ് ആയിട്ട്, ഇപ്പോൾ വീഡിയോയിൽ കുറച്ചുകൂടി ബ്രൈറ്റ്നസ് കൂടുതലായിരിക്കും. ഓഫ് വൈറ്റ് അല്ല ഇതിൻ്റെ ഷെയ്ഡ്. ദുപ്പട്ട വരുന്നത് ഇതേപോലെയാണ്. നല്ലൊരു സിൽക്ക് മെറ്റീരിയലിമേ എംബ്രോയിഡറി ചെയ്തിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് വരുന്നത്. പ്രൈസ് റേഞ്ച് വരുന്നത് 1690 ആണ്. ബോട്ടം വരുന്നത് സെമി ലിനൻ മെറ്റീരിയൽ തന്നെയാണ്, 2 മീറ്റേഴ്സ് തന്നെയാണ് വരുന്നത്. ഇതേപോലെയാണ് ലുക്ക് വരാം. പുള്ളി നമുക്ക് ഇതുമ്പോൾ വരുന്നത് മെഷീൻ എംബ്രോയിഡറി ആണ് ചെയ്ത് വെക്കുന്നത്. കമ്പ്യൂട്ടർ മെഷീൻ എംബ്രോയിഡറി ആണ്. അപ്പോൾ നല്ല ഫിനിഷിംഗ് ഉണ്ട്, നല്ലൊരു കാശ്മീരി വർക്കിൻ്റെ ഒക്കെ ഒരു ലുക്കാണ്. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ യോക്കിൽ അത്യാവശ്യം ഹെവി ആയിട്ട് വർക്ക് വരും. അതേപോലെ തന്നെ ദുപ്പട്ട 2.5 മീറ്റേഴ്സ് ലെങ്ത് ഉണ്ടായിരിക്കും. പുള്ളി ഇതുപോലെ എംബ്രോയിഡറി ചെയ്ത് പോയിട്ടുണ്ട്. ഇത് ക്ലോസപ്പ് വ്യൂ ഇങ്ങനെയാണ്. ദുപ്പട്ടയും ഒരു ചെറിയൊരു ഷൈനിനെസ്സും അവൈലബിൾ ആണ്. 2.5 മീറ്റേഴ്സ് ആയിരിക്കും. ദുപ്പട്ടയുടെ അടിഭാഗത്ത് ഇതേപോലെ ഗോൾഡിൻ്റെ ബോർഡറും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 1690 ആണ് പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് അതിൽ തന്നെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ബ്രൈറ്റ് പീച്ച് കളറാണ്. പീച്ചുമേ ഇതുപോലെ തന്നെ ഗോൾഡൻ കളറിലാണ് എംബ്രോയിഡറി ചെയ്ത് പോയിട്ടുണ്ട്. യോക്ക് പോർഷൻ അത്യാവശ്യം ഹെവി ആയിട്ട് ഇതേപോലെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെ ലുക്ക് വരാം. അത്യാവശ്യം നല്ല ക്ലാസി ആയിട്ട് നിൽക്കുന്ന ഒരു പാറ്റേൺ ആണ്. ദുപ്പട്ട സെയിം ടോണിലാണ് ഇതേപോലെ. ഇതും വളരെ നല്ലൊരു ഓപ്ഷനാണ്. നല്ലൊരു ബ്രൈറ്റ് കളർ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ചോയ്സ് ആയിരിക്കും. ബോട്ടം വരുന്നത് സെയിം മെറ്റീരിയൽ, സെമി ലിനൻ മെറ്റീരിയലാണ്. ഇതേപോലെയാണ് ഇതിൻ്റെ ലുക്ക് വരാം. കാണാൻ നല്ല ഭംഗിയുള്ള പാർട്ടി വെയർ ആയിട്ട് സെമി പാർട്ടി വെയർ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു ഓപ്ഷനാണ്. ഫുള്ളി യോക്ക് ഏരിയ അത്യാവശ്യം ഹെവി ആയിട്ട് ഇതേപോലെ വർക്ക് വരും. ദുപ്പട്ട ഞാൻ പറഞ്ഞ പോലെ തന്നെ 2.5 മീറ്റേഴ്സ് ഉണ്ടായിരിക്കും. ഇതേപോലെ ഫുള്ളി വർക്കിലാണ് ദുപ്പട്ട നിൽക്കുന്നത്. ഒരു നല്ല ബ്രൈറ്റ് പീച്ച് കളറാണ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഗ്രേ, ഡാർക്ക് ഗ്രേ, സ്ലേറ്റ് ഗ്രേ എന്ന് പറയുന്ന കളറാണ്. ഇതിന്മേൽ ഫുള്ളി ഗോൾഡൻ ആൻഡ് ഓഫ് വൈറ്റ് ആ ഒരു ഷെയ്ഡ് മിക്സ് ആയിട്ടുള്ളതുകൊണ്ടുള്ള വർക്കാണ്. ഇതേപോലെ ഫുൾ ചെസ്റ്റിൽ അത്യാവശ്യം ഹെവി ആയിട്ടുള്ള എംബ്രോയിഡറി വരുന്നുണ്ട്. ദുപ്പട്ട അതേപോലെ തന്നെ സെയിം ടോണിലാണ്. ഫുള്ളി ഇതേപോലെ എംബ്രോയിഡറി. ഫുൾ ദുപ്പട്ടയുമേ വർക്കാണ്, പ്രിൻ്റ് അല്ല. ഇത് ഓൾറെഡി എംബ്രോയിഡറി ചെയ്ത് പോയിട്ടുള്ള വർക്കാണ്. എല്ലാ പീസിനും റേഞ്ച് 1690 ആണ്. മെറ്റീരിയൽ ബോട്ടം വരുന്നത് സെമി ലിനൻ മെറ്റീരിയലാണ്. 2.5 മീറ്റേഴ്സ് തന്നെ, 2 മീറ്റേഴ്സിൻ്റെ അടുത്തായിരിക്കും ബോട്ടം പീസ് വരുന്നത്. സിഗരറ്റ് പാൻറ്റൊക്കെ നമുക്ക് അടിക്കാൻ പറ്റിയ ഒരു ഓപ്ഷനാണ്. ഇതേപോലെ ഫുൾ യോക്കിൽ അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള ഹെവി വർക്കാണ് വരിക. സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരിക. ദുപ്പട്ട ഞാൻ പറഞ്ഞു 2.5 മീറ്റർ ഉണ്ട്. നല്ല നീളം വീതിയുള്ള ദുപ്പട്ടയാണ് വരുന്നത്. ഇതേപോലെ 1690 ആണ് പ്രൈസ് റേഞ്ച് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് നമുക്ക് ചന്തേരി മെറ്റീരിയലാണ് വരുന്നത്. ചന്തേരി മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ വളരെ സോഫ്റ്റ് ആണ്, നൈസായിരിക്കും. നെറ്റ് കോട്ടയൊക്കെ പോലത്തെ സോഫ്റ്റ് മെറ്റീരിയൽ ചന്തേരിയിൽ സെമി ചന്തേരിയാണ്. ഫുള്ളി യോക്കിൽ അത്യാവശ്യം ഹെവി ആയിട്ടുള്ള എംബ്രോയിഡറി ഡിസൈനിങ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെയാണ് നല്ല സോഫ്റ്റ് ആയിട്ട് ബോഡി ഷേപ്പിൽ കിടക്കും. ചെറിയൊരു തിളക്കം ഈ മെറ്റീരിയലിന് ഉണ്ട് ഓൾറെഡി.
ഇതേപോലെ ഫുള്ളി ക്ലോസപ്പ് വ്യൂ നോക്കണമെങ്കിൽ തിക്കായിട്ടുള്ള എംബ്രോയിഡറി ആണ് നമുക്ക് യോക്കിലേക്ക് വരാം. ഇതേപോലെ ആണ് ഇതിൻ്റെ ഒരു ലുക്ക് വരാം. ദുപ്പട്ട വരുന്നത് സെമി തന്നെയാണ്, ഫുള്ളി എംബ്രോയിഡറി ചെയ്തിട്ടുള്ള സെയിം കളറിലാണ് വരുന്നത്. ഇങ്ങനെയാണ്. ഇതും അത്യാവശ്യം ലെങ്ത് ഉണ്ട്. ദുപ്പട്ട 2.5 മീറ്റേഴ്സ് ഉണ്ടായിരിക്കും. ഫുള്ളി എംബ്രോയിഡറിയിലാണ് നിൽക്കുന്നത്. ഫുൾ ഹെവി ആയിട്ടുള്ള എംബ്രോയിഡറി ആണ്. ഇങ്ങനെയാണ് വരിക. ഇതിൻ്റെ വർക്ക് വരുന്നത് നെറ്റ് കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ്. നല്ലൊരു നെറ്റ് കോട്ടൺ, നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കും. സ്റ്റാർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതേപോലെ നിൽക്കുകയും ചെയ്യും. ബോട്ടമാണ് ഇതിൻ്റെ കുറച്ചുകൂടി അട്രാക്ഷൻ ആയിട്ട് നിൽക്കുന്നത്. ഓഫ് വൈറ്റ് ഷെയ്ഡിലാണ്, പക്ഷേ ഹെക്കോബ ഡിസൈനാണ് വരുന്നത്. അടിയിലേക്ക് നമുക്ക് സിഗരറ്റ് പാൻസോ പാരലൽ പാൻസോ ഒക്കെ അടിക്കാൻ പറ്റും. ഇതേപോലെ അത്യാവശ്യം വർക്ക് വരുന്ന എംബ്രോയിഡറി ഡിസൈനിങ് ചെയ്തിട്ടുള്ള മെറ്റീരിയലാണ് പാൻറ്റിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അവർ. 2 മീറ്റേഴ്സ് തന്നെയാണ് ഇതും വരാം. അപ്പോൾ നമുക്ക് പാരലൽ പാൻസ്, സിഗരറ്റ് പാൻസ് അങ്ങനെ കാലിൻ്റെ അടിഭാഗത്തേക്ക് ഈ ഒരു ഡിസൈൻ ഇട്ടിട്ട് നമുക്ക് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അതെല്ലാം നിങ്ങളുടെ കയ്യിൽ ഓഫ് വൈറ്റ് ഓൾറെഡി പാൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വേറെ ഓപ്ഷനിലേക്ക് മാറ്റി വെച്ചിട്ട് ഓഫ് വൈറ്റ് പാൻസിനൊപ്പം ക്ലബ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. വരുന്നത് നല്ലൊരു ഷെയ്ഡാണ്. ഒരു പീച്ചും അല്ല, ഡാർക്ക് പീച്ച് അല്ല, അങ്ങനെ ഒരു പ്രത്യേക റെയർ ഷെയ്ഡാണ്, അധികം കാണാത്തൊരു ഷെയ്ഡാണ്. നമുക്ക് വേണമെങ്കിൽ ഈ ഒരു വർക്കിന് ടോപ്പിൻ്റെ അടിഭാഗത്തേക്കായിട്ട് വേണമെങ്കിലും നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ യോക്ക് ഏരിയ പ്ലെയിൻ ആയിട്ട് ടോപ്പിൻ്റെ അടിയിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കൊടുത്തിട്ടും സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. നല്ലൊരു മഡ് കളർ മിക്സ് ആയിട്ടുള്ളൊരു കളറായിട്ടാണ് തോന്നുന്നത്. ക്യാമറയിൽ കുറച്ചുകൂടി വ്യത്യാസമുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒറിജിനൽ പിക്ചേഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാം. ദുപ്പട്ട വരുന്നത് ഇതേപോലെ 2.5 മീറ്റേഴ്സ് വരുന്നുണ്ട്. ഫുള്ളായിട്ട് എംബ്രോയിഡറി ആണ്. നിങ്ങൾക്ക് വേറെ ഓഫ് വൈറ്റ് ഷെയ്ഡ് ടോപ്പ് പ്ലെയിൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം ക്ലബ് ചെയ്ത് യൂസ് ചെയ്താലും വളരെ അട്രാക്റ്റീവായിട്ട് ഫീൽ ചെയ്യും. ബോട്ടം ഞാൻ പറഞ്ഞു അതേപോലെ ഹെക്കോബ ഡിസൈൻ വരുന്ന ബോട്ടംസ് ആണ് ഇതിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. 1690 തന്നെയാണ് പ്രൈസ് റേഞ്ച്. നെക്സ്റ്റ് വരുന്നത് അതിലൊരു നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ ആണ് വരുന്നത്. മെറ്റീരിയൽ സെയിം ആണ്, സെമി ചന്തേരിയാണ്. ഫുള്ളി എംബ്രോയിഡറി ഇതുപോലെ നമുക്ക് നല്ല ലൈനിങ് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്താലാണ് നന്നായി ലാസ്റ്റ് ചെയ്യാൻ മെറ്റീരിയൽ. എന്ന് വെച്ചാൽ ഈ സെമി ചന്തേരി ആയതുകൊണ്ട് തന്നെ സീ ത്രൂ കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ പോപ്ലിൻ ലൈനിങ് അങ്ങനത്തെയൊക്കെ കൊടുത്താലാണ് കുറച്ചുകൂടി നന്നായിട്ട് ലാസ്റ്റ് ചെയ്യാൻ മെറ്റീരിയൽ. ദുപ്പട്ട വരുന്നത് ഇതേപോലെ വളരെ ഗോഡി ആയിട്ട് ഹെവി ആയിട്ടുള്ള എംബ്രോയിഡറി വർക്കാണ്. ഫുൾ ദുപ്പട്ട എംബ്രോയിഡറി വർക്കാണ്. അപ്പോൾ ഓഫ് വൈറ്റ് പ്ലെയിൻ ടോപ്സിനൊക്കെ ഒപ്പം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ബ്ലാക്ക് ടോപ്പ് പ്ലെയിൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഇതേപോലെ വരും. 1690 ആണ്. എല്ലാതിൻ്റെയും ബോട്ടംസ് ഇതേപോലെയാണ് ഞാൻ നേരത്തെ കാണിച്ച പോലെ. മെറ്റീരിയൽ വരുന്നത് ഖാദി കോട്ടൺ ആണ്. അതുമേ ഫുള്ളി ഇതുപോലെ എംബ്രോയിഡറി ചെയ്തിട്ടുള്ള ഡിസൈനിങ് ആണ്. ഇതുപോലെ ഹെക്കോബ എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാലിൻ്റെ ഭാഗത്തേക്ക് പാരലൽ പാൻസോ സിഗരറ്റ് പാൻസോ ഒക്കെ അടിക്കാം. അടിഭാഗത്തേക്കായിട്ട് ഡിസൈൻ ഇടാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലെയിൻ ബോട്ടം ഉണ്ടെങ്കിൽ അങ്ങനെയായാലും യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഓപ്ഷൻ ഇതാണ്. ഈ ഒരു കളറ് നല്ലൊരു അട്രാക്റ്റീവ് പേസ്റ്റൽ ഗ്രീൻ ആണ് വരുന്നത്. ഓക്കെ, ഇഷ്ടപ്പെടുന്ന ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് അയച്ചാൽ മതി. 1690 ആണ് ഇതിൻ്റെ പ്രൈസ്. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഗ്രേപ്പ് കളറാണ്. ഗ്രേപ്പും വയലറ്റും മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ഇപ്പോഴത്തെ ടോൺസ് ഒക്കെ ഒരു പർട്ടിക്കുലർ കളേഴ്സാണ്. നമുക്ക് ഏതാ കളറിനെ പർട്ടിക്കുലർലി പറയാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. നല്ല ഷെയ്ഡാണ്. മറ്റേ വീഡിയോസിൽ കുറച്ചുകൂടി ബ്രൈറ്റ്നസ് കൂടുതലാണ് കാണിക്കുക. അതിനേക്കാളും ഡള്ളായിരിക്കും ശരിക്കും മെറ്റീരിയൽ വരുന്നത്. ഇതേപോലെ നല്ലൊരു ഡാർക്ക് വയലറ്റിൻ്റെ ലൈറ്റർ ഷെയ്ഡാണ്. എംബ്രോയിഡറി വരുന്ന മെറ്റീരിയൽ സെമി ചന്തേരി തന്നെയാണ്. ദുപ്പട്ട വരുന്നത് നെറ്റ് കോട്ട, സോഫ്റ്റ് നെറ്റ് കോട്ടയിലാണ് വരുന്നത്. ഇതേപോലെ എംബ്രോയിഡറി ഫുൾ എംബ്രോയിഡറി വരുന്ന ദുപ്പട്ടയാണ്. ബോട്ടം ഞാൻ പറഞ്ഞ പോലെ തന്നെ നേരത്തെ കാണിച്ച പോലത്തെ സെയിം ഓപ്ഷനാണ്. 1690 ആണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത്. ദുപ്പട്ട ഇതേപോലെ ഫുള്ളി എംബ്രോയിഡറി ആണ്. നെറ്റ് കോട്ട മെറ്റീരിയൽ, സോഫ്റ്റ് നെറ്റ് കോട്ടയാണ്. നല്ല ലെങ്ത്തുള്ള മെറ്റീരിയൽ ആയിരിക്കും. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു എന്താ പറയുക, ഇതും ഒരു പ്രത്യേക കളറാണ്. റെയർ കളേഴ്സാണ്. നമ്മൾ കണ്ടതിൽ ഒരു റെയർ ഷെയ്ഡ്സാണ്. ഇതൊക്കെ നമുക്ക് ഫേസിലേക്ക് നല്ല ഭംഗി വരുന്ന കളേഴ്സാണ്. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഒരു റെയർ ആയിട്ടുള്ള ഒരു മഡ് കളറിൻ്റെ തന്നെ ഒരു ഓറഞ്ചൊക്കെ മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് വരുന്നത്. ദുപ്പട്ട വരുന്നത് ഇതേപോലെ തന്നെ ഫുള്ളി എംബ്രോയിഡറിയിലാണ്. 2.5 മീറ്റേഴ്സ് ദുപ്പട്ട. ബോട്ടം എല്ലാത്തിനും സെയിം കോമൺ ബോട്ടമാണ് വരുന്നത്. എംബ്രോയിഡറി ആയിട്ട് ഇതേപോലെ വരും. ബോട്ടത്തിൻ്റെ പീസ് ഇങ്ങനെയാണ്, സ്പ്ലിറ്റ് ആയിട്ടാണ് കിടക്കുക. 2 പീസായിട്ടാണ് നിൽക്കുന്നുണ്ടാവുക. പാരലൽസ് ആണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇതുകൊണ്ട് പാരലൽ ബോട്ടമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. സിംഗിൾ പീസസ് ആയിട്ടാണ് ബോട്ടം പീസ് നിൽക്കുക. പാരലൽസ് ആണ് സിഗരറ്റ് പാൻ, അതൊക്കെയാണ് അവർ ഉദ്ദേശിക്കുന്ന ഓപ്ഷൻ ഇതിന് സ്റ്റിച്ചിങ് ആയിട്ട്. പിന്നെ നമുക്ക് ഓഫ് ആയിട്ട് ഓൾറെഡി ബോട്ടം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയായാലും ക്ലബ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. യോക്കിൽ ഫുള്ളി അത്യാവശ്യം നല്ല ഹെവി വർക്കാണ്. ഇത് ടോപ്പിൻ്റെ അടിഭാഗത്തേക്കായിട്ടും വേണമെങ്കിൽ വർക്ക് നിങ്ങൾക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. ദുപ്പട്ട നിങ്ങൾക്ക് വേറെ ഒപ്പം യൂസ് ചെയ്യാൻ പറ്റിയ ദുപ്പട്ടയാണ്. നല്ല ഭംഗിയുള്ള വർക്കുള്ള ദുപ്പട്ടയാണ് വരുന്നത്. 1690 ആണ് ഇതിൻ്റെയും പ്രൈസ് വരുന്നത്. നമ്മൾ ഇന്ന് കാണിച്ചിട്ടുള്ള എല്ലാ പീസുകളും 1690 ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും പീസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ സ്ക്രീൻഷോട്ട് എടുക്കുക, ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് സെൻഡ് ചെയ്തിടാം. ഒറിജിനൽ പിക്ചേഴ്സ് നമ്മളിതിൻ്റെ
എടുത്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒറിജിനൽ പിക്ചർ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സെൻഡ് ചെയ്ത് തരും. പിന്നെ ചില സമയത്ത് ഒരുപാട് തിരക്ക് വരുന്ന കസ്റ്റമേഴ്സൊക്കെ ഉള്ളത് കൊണ്ടാണ് നമുക്കത് സെൻഡ് ചെയ്യാൻ പറ്റാണ്ട് ഡിലേ വരാറുള്ളത്. മാക്സിമം നമ്മൾ എല്ലാ കസ്റ്റമേഴ്സിനും റിപ്ലൈ ചെയ്യാൻ നോക്കാറുണ്ട്. ഇൻ കേസ് അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ തിരക്കിൻ്റെ ഒരു ഇഷ്യൂ കൊണ്ടാണ്. പിന്നെ നിങ്ങൾ പേയ്മെൻറ്റ് കൺഫർമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അഡ്രസ്സ് അയച്ചു തരുമ്പോൾ ഫുൾ അഡ്രസ്സ് വിത്ത് പിൻകോഡ് ആൻഡ് ഫോൺ നമ്പർ അയച്ചു തരാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസിയാണ്. എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരെണ്ണം മിസ്സിംഗ് ആണെങ്കിൽ ഇപ്പോൾ പേരുണ്ടാവില്ല, ചില കസ്റ്റമറിൻ്റെ ഫോൺ നമ്പർ ഉണ്ടാവില്ല, പിൻകോഡ് തെറ്റിയിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ ആകുമ്പോൾ അത് പ്രൊഡക്റ്റ് പോകാൻ ഒരുപാട് ഡിലേ വരും. നമ്മൾ പോയാലും അവർ പറയും ഇത് ചെക്കൗട്ട് ചെയ്യാം. അപ്പോൾ പിന്നെയും നമുക്ക് സെൻഡ് ചെയ്യാനുള്ള ടൈം ഒരുപാട് ഡിലേ വരും. പിന്നെ സ്പീഡ് പോസ്റ്റായിട്ട് അയക്കുക ഭൂരിഭാഗം. ഇപ്പോൾ 7 days ആണ് ടൈം. DTDC നമ്മൾ അയക്കുന്നുണ്ട്, അങ്ങനെ പറയണം. പ്രത്യേകിച്ച് DTDC ആണെങ്കിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഷിപ്പിംഗ് അതിൽ ചെയ്യും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും